സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. സ്വഹാബത്ത ജനാസ പിടിച്ചിട്ട് റൗളക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാരുടെ ജനാസയാണെന്നറിയോ? സിദ്ദീഖിന്റെ ജനാസയാ. അവിടുന്ന് സമ്മതമുണ്ടെങ്കിൽ ഈ റൗളന്റെ ഉള്ളിൽ മറവ് ചെയ്യാം. അവിടുന്ന് സമ്മതമില്ലെങ്കിൽ ബഖീഇൽ കടത്താം. ആ വസിയത്തങ്ങ് പറയുമ്പോ അന്ന് റൗളയിൽ നിന്ന് വന്നൊരു വിളിയാളമുണ്ട്, ഒരശരീരിയുണ്ട്. എന്താണ് ആ അശരീരി? അതാണ് എന്റെയും നിങ്ങളെയും പ്രതീക്ഷ. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ സ്നേഹിക്കുന്നവർ, ഹബീബിനെ മഹബത്ത് വെച്ചവർ ഹബീബിലേക്ക് കടന്നു വരട്ടെ. സിദ്ദീഖ് തങ്ങൾ വഫാത്തായി. സ്വഹാബത്ത ജനാസ പിടിച്ചിട്ട് റൗളക്ക് മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതാരുടെ ജനാസയാണെന്നറിയോ? സിദ്ദീഖിന്റെ ജനാസയാ. അവിടുന്ന് സമ്മതമുണ്ടെങ്കിൽ ഈ റൗളന്റെ ഉള്ളിൽ മറവ് ചെയ്യാം. അവിടുന്ന് സമ്മതമില്ലെങ്കിൽ ബഖീഇൽ കടത്താം. ആ വസിയത്തങ്ങ് പറയുമ്പോ അന്ന് റൗളയിൽ നിന്ന് വന്നൊരു വിളിയാളമുണ്ട്, ഒരശരീരിയുണ്ട്. എന്താണ് ആ അശരീരി? അതാണ് എന്റെയും നിങ്ങളെയും പ്രതീക്ഷ. അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബിനെ സ്നേഹിക്കുന്നവർ, ഹബീബിനെ മഹബത്ത് വെച്ചവർ ഹബീബിലേക്ക് കടന്നു വരട്ടെ.